മാതൃരാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച ധീരജവാന്റെ മൃതദേഹം തേങ്ങലോടെ ജന്മനാട് ഏറ്റുവാങ്ങി. നാഗാലാൻഡിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട പത്തിയൂർ പടിഞ്ഞാറ് മലമേൽ ഭാഗം കപ്പവശ്ശേരിത്തറയിൽ സജീവന്റെ ചേതനയേറ്റ ശരീരമാണ് അശ്രുകണങ്ങളോടെ നാടും നാട്ടാരും ഏറ്റുവാങ്ങിയത്. ബുധനാഴ്ച രാത്രി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം ആലപ്പുഴ ഡെപ്യൂട്ടി കളക്ടർ ഷാനവാസ് ഖാനും നാവികസേന ഉദ്യോഗസ്ഥരും സൈനികനായ സഹോദരൻ സജികുമാറും ബന്ധുക്കളും ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് നാവികസേന ആംബുലൻസിൽ മദ്രാസ് റെജിമെന്റ് ഗാർഡ് സൈനികരുടെയും ആർമി കൊച്ചി സ്റ്റേഷൻ ഓഫീസർ ജഗജീവന്റെയും നേതൃത്വത്തിൽ വ്യാഴാഴ്ച പുലർച്ചെയോടെ സജീവൻ പഠിച്ച കായംകുളം NRPM ഹൈസ്കൂളിൽ എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു. വിലാപയാത്രയ്ക്കും പൊതുദർശനത്തിനും ശേഷം 11:15 സ്വവസതിയിലെത്തിച്ചു. പാങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിലെ സൈനികർ സെറമോണിയൽ ഗാർഡ് നൽകി ആദരിച്ചു. മുഖ്യമന്ത്രിക്ക് പകരം ജില്ലാ കളക്ടർ N പത്മകുമാർ സർക്കാരിന് വേണ്ടി റീത്ത് സമർപ്പിച്ചു. ഉച്ചയ്ക്ക് 12:15 സജീവന്റെ മകൻ സാരംഗ് ചിതയ്ക്ക് തീ കൊളുത്തി. പൂർണ്ണ സൈനിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. CK സദാശിവൻ MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി മെട്ടുതറ, മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയ പ്രമുഖരും ധീരജവാന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് വിവിധ സംഘടനകളുടെയും ബോർഡുകളും ബാനറുകളും കരിങ്കൊടിയും പ്രദേശത്തുയർന്നു. നാഗാലാൻഡിലെ മുൻ ജില്ലയിലെ ചങ്ലങ് സുവിലുണ്ടായ ഭീകരാക്രമണത്തിലാണ് അസം റൈഫിൾ ഡ്രൈവറായ സജീവൻ കൊല്ലപ്പെട്ടത്. 2 ദിവസക്കാലം നാടിനെയും വീട്ടുകാരെയും ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ശേഷമാണ് സംസ്ഥാന സർക്കാർ മരണം സ്ഥിരീകരിച്ചത്.